ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഫോർത്ത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചറോട് ഡിസ്കസ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ഫസ്റ്റ് ആ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത്രയും ഞാനിവിടെ എഴുതിയിട്ടുള്ള അത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി ആ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഈ ടേബിൾ പറയാം. അതായത് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ടേബിളിൽ ഓരോ റോസും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് റിമൈൻഡർ ആണ് ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഓരോ ഓരോ കോളംസും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് മുകളിൽ എഴുതിയിട്ടുള്ള നമ്പേഴ്സ്. അതേപോലെ ഓരോ റോസും ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ ടേബിളിനുള്ളിലുള്ള നമ്പേഴ്സിനെ ഈ കോഷ്യൻറ്റും റിമൈൻഡറും വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ സീറോയെ നമുക്ക് എങ്ങനെ എഴുതാം? സീറോ എന്ന നമ്പറിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്, സീറോ എന്ന നമ്പറിനെ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് നോക്കുക, 5 × 0 + 0. ഇത് എഴുതുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഡിവൈസർ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് ഇൻറ്റു പോർഷൻ പ്ലസ് റിമൈൻഡർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആക്കിയായിരിക്കുക. ഇവിടുത്തെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5 ആണ്. ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. റിമൈൻഡർ ആണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ 5 ആണ് ഇവിടുത്തെ ഡിവിഡൻഡ്. സോ 5 ഇൻറ്റു ആ കോളത്തിലെ സീറോയുടെ അവിടെയുള്ള കോഷ്യൻ്റ് വരുന്നത് 0 ആണ്, പ്ലസ് റിമൈൻഡറും 0 ആണ്. അങ്ങനെയാണ് ഞാൻ അവിടെ 5 × 0 + 0 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 5 ആണ് താഴെ വരുന്നത്. ആ 5 എങ്ങനെ എഴുതാം? 5 ഇൻറ്റു ഡിവിഡൻഡ് എപ്പോഴും 5 തന്നെയാണ്. നമ്മൾ ടേബിൾ മൊത്തത്തിൽ 5 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻറ്റു അവിടുത്തെ കോഷ്യൻ്റ് 1 ആണ്. 1 പ്ലസ് റിമൈൻഡർ അവിടെയും 0 ആണ്. അപ്പോൾ നമ്മൾ ആ 5നെ ഈ രീതിയിൽ എഴുതി. അങ്ങനെ ഞാൻ എല്ലാ നമ്പേഴ്സിനെയും മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് റോയിൽ 5 × 0 ആണ് വരുന്നത്. ഫസ്റ്റ് റോയാണ്, പക്ഷെ അവിടെ കോഷ്യൻ്റ് 0 ആണ് വരുന്നത്. ഇനി സെക്കൻഡ് റോയിൽ കോഷ്യൻ്റ് 1 ആണ് വരുന്നത്. തേർഡിലാണെങ്കിൽ കോഷ്യൻ്റ് 2 ആണ് വരുന്നത്. ഫോർത്തിലാണെങ്കിൽ കോഷ്യന്റിന് ഭാഗം 3 ആണ്. 4 ആണ് റോയെങ്കിലും 3 ആണ് വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ കോഷ്യൻസ് ഓൺ ഡിവൈഡിങ് ദി നമ്പേഴ്സ് ഇൻ എനി വൺ റോ ബൈ 5? ഒരു റോയിലെ നമ്പേഴ്സ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം അവർ തമ്മിലുള്ള കോഷ്യൻ്റ്, അവർക്ക് ഓരോന്നിനും കിട്ടുന്ന കോഷ്യൻ്റ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതെ, റിലേഷൻ ഉണ്ട്. ഓരോ റോസിലും കിട്ടുന്ന കോഷ്യൻ്റ് ഏതായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇവിടെ കോഷ്യൻ്റ് സെയിം ആയിരിക്കും. ഇനി റിമൈൻഡേഴ്സിനെ കുറിച്ചിട്ട് എന്താ പറയാ? ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പറിന്റെ റിമൈൻഡർ 0 ആണ്, സെക്കൻഡ് 1 ആണ്, ദെൻ 2, 3, 4. അപ്പോൾ ഓരോ 1 ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിമൈൻഡർ. അതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. ഇനി വാട്ട് ഇഫ് നമ്പേഴ്സ് ഇൻ എനി വൺ കോളം ആർ ഡിവൈഡഡ് ബൈ 5? അതായത് കോളത്തിലുള്ള നമ്പേഴ്സ് എന്താണ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഓരോ കോളത്തിലെയും നമ്പേഴ്സിൻ്റെ റിമൈൻഡർ സെയിം ആണ്, പക്ഷെ കോഷ്യൻ്റ് 1 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ കോളം ബേസിൽ നോക്കുകയാണെങ്കിൽ ഓരോ കോളത്തിൻ്റെയും റിമൈൻഡർ ഈക്വൽ ആണ്, പക്ഷെ കോഷ്യൻ്റ് ഡിഫറെൻ്റ് ആണ്. അത് ഓരോ കോളം നമ്മൾ ഒരു കോളത്തിലെ ഓരോ നമ്പേഴ്സ് നമ്മൾ താഴേക്ക് വരുന്നതിനനുസരിച്ച് കോഷ്യൻ്റ് 1 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ആർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഓഫ് 10th റോ? 10th റോയുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഫോർത്ത് റോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയത്? 5 × 4ൻ്റെ തൊട്ടടുത്ത് ബാക്കിലുള്ള നമ്പർ 3 + 0. അങ്ങനെയാണ് ഫസ്റ്റ് കോളത്തിൽ എഴുതിയത്. ഇനി അങ്ങനെ നമ്മൾ 10th റോയുടെ നമ്പർ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 10 ആണോ എഴുതേണ്ടത്? 10th റോ ആകുമ്പോൾ തൊട്ട് പുറകിലുള്ള 9 + 0. ഇതാണ് ഫസ്റ്റ് നമ്പർ. ഇനി ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും?
അപ്പോൾ ഞാൻ എല്ലാ നമ്പറും വേണേൽ എഴുതാം. ഇൻറ്റു 9 + 1 ആയിരിക്കും. അടുത്ത ആള് 5 × 9 + 2 ആയിരിക്കും. അടുത്ത ആള് 5 × 9 + 3 ആയിരിക്കും. അടുത്ത ആൾ എത്രയായിരിക്കും? 5 × 9 + 4 ആയിരിക്കും. സോ 10th റോയുടെ ഫസ്റ്റ് നമ്പർ എത്ര വരും? 4 × 5 × 9 45 വരും. ആൻഡ് ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? +4 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 49. ഓക്കെ, ഫസ്റ്റ് നമ്പർ 45, ലാസ്റ്റ് നമ്പർ 49. ഇനി ഫോർത്ത് നമ്പർ ഇൻ ദ 12th റോ. 12th റോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് 5 × 12 ആവുമ്പോൾ നമ്മൾ 11 എടുക്കാൻ പാടുള്ളൂ, +0. ഇതാണ് ഫസ്റ്റ് നമ്പർ. ഇനി ഫസ്റ്റ് നമ്പർ അല്ല ചോദിച്ചത്, ഫോർത്ത് നമ്പർ ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, ഫോർത്ത് നമ്പർ വരുമ്പോൾ എത്ര ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം. അപ്പോൾ 5 × 11 എന്ന് പറഞ്ഞാൽ 55 ആണ്. അതിനോട് എത്ര ആഡ് ചെയ്താൽ മതി? 3 ആഡ് ചെയ്താൽ മതി. സോ ആൻസർ 58 വരും. ഈസി അല്ലേ? Okay, then which column and row does the number 123 belong? അപ്പോൾ 123 എന്ന് പറയുന്ന നമ്പർ ഈ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ വരും. അപ്പോൾ അത് എവിടെ വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നമ്പറിന്റെ തൊട്ടടുത്ത 5ന്റെ മൾട്ടിപ്പിൾ ഏതാ? 120 അല്ലേ? അല്ലേ? 5ന്റെ മൾട്ടിപ്പിൾ 120 അല്ലേ? 120യോട് എത്ര കൂട്ടുമ്പോഴാണ് 123 കിട്ടുക? +3 ചെയ്യുമ്പോഴല്ലേ? അപ്പൊ ഈ 120 കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 120 എന്ത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക? 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആൻസർ ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. നോക്കുക, 123 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 120 + 3 എന്ന് എഴുതാം. ഈ 120 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതിനെ ഒന്ന് മാറ്റി എഴുതാൻ 120യെ എന്ത് ചെയ്യുക? 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 × 24 എന്ന് കിട്ടും. 5 × 20, 24 ഡിവിഷനിൽ ആൻസർ ആയിട്ട് 24 കിട്ടും. ഇനി 5 × 24 + 3. അപ്പൊ നോക്കിയേ, 5 × 24, 24 ആണ് ഇവിടെ വരുന്നതെങ്കിൽ അത് ഏത് റോയിലായിരിക്കും? 25th റോയിലായിരിക്കില്ലേ? അല്ലേ? 24 ആണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ 25th റോ ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? 25th റോ ആയിരിക്കും. ഇനി +3യും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് കോളത്തിലായിരിക്കും? ഫോർത്ത് കോളത്തിലായിരിക്കും വരിക. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കോളമാണ്? ഫോർത്ത് കോളം. ഏത് റോയാണ്? 25th റോ. ആൻസർ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഏത് നമ്പർ തന്നാലും നമ്മൾ അതിനെ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് മാറ്റാൻ നോക്കുക. 5 വെച്ച് ആയതുകൊണ്ട് തൊട്ടടുത്ത 5ന്റെ മൾട്ടിപ്പിൾ നോക്കുക. അതിനെ ഒന്ന് 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ആ രീതിയിൽ കിട്ടിയാൽ ഇവിടെയുള്ള നമ്പറിന് തൊട്ടടുത്ത നമ്പർ ആയിരിക്കും റോസിന്റെ എണ്ണം വരിക. ഇനി +3 ആണോ +4 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ +4 ആയിരുന്നെങ്കിൽ അത് ഏത് കോളത്തിലായിരിക്കും? 5th കോളത്തിലായിരിക്കും. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. കുറേ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പഠിക്കേണ്ടത് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ എഴുതാനാണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ എഴുതാൻ വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ്. റൈറ്റ് ഈച്ച് ഓഫ് ദി നമ്പർ സെർട്ടൈൻ ടൈംസ് ഓഫ് 9. ഈ സെർട്ടൈൻ ടൈംസ് 9 എന്നൊക്കെ പറഞ്ഞാൽ സെർട്ടൈൻ ടൈംസ് 8 എന്ന് പറഞ്ഞാൽ ×8 വെച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 11 എന്ന നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 11നെ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതണം. എങ്ങനെ എഴുതാം? 11ൽ എത്ര 9 ഉണ്ട്? ഒരു 9 ഉള്ളൂ. സോ 9 × 1 പ്ലസ് എത്ര ബാക്കിയുണ്ട്? 9 കഴിഞ്ഞാൽ 2 ആണ് ബാക്കി. കിട്ടിയില്ലേ? ഇനി 111 എങ്ങനെ എഴുതും? അപ്പൊ നമുക്കൊരു സംശയം വരും അല്ലെ? അപ്പൊ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 111 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടും? ഇവിടെ ഞാൻ 10 ഇടാം. 90 വരുമ്പം ബാലൻസ് എത്ര വരും? 21 വരും. ദെൻ 21ൽ 2 ആണ് വരിക. 2 × 9 18 ആണ് വരിക. 18ൽ നിന്ന് 3 ആണ് വരിക. അപ്പം റിമൈൻഡർ കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 12 + 3 കിട്ടി. ഓക്കെ, ഇനി അടുത്ത ആള് 111. ഇനി നിങ്ങൾ ഇത് എഴുതാൻ ഈസിയാണ്. ഇതൊരു പാറ്റേൺ ആയിട്ടാണ് വരിക. നോക്കിയേ, 2 1 ഉള്ള 11,
അയാൾ വന്നപ്പോൾ നമ്മൾ 9 × 1 എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. 2 1 ആണെങ്കിൽ 2 ആഡ് ചെയ്യണം. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കൂ, 1 1 1. എത്ര 1 ഉണ്ട്? 3 1 ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആഡ് ചെയ്തത് എത്രയാ? 3. ഇനി 3 1 ആണെങ്കിൽ 1 2 എന്ന് എഴുതി, ഒരു 2 കൂടെ അതിൻ്റെ കൂടെ ചേർത്തു. ഇനി ഇതാണെങ്കിൽ ആൻസർ എത്ര വരും? 9 × 1 2 3. കണ്ടോ? പ്ലസ് എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ 1 1 1 അത് ചെയ്തു. ഇനി അടുത്ത ആളെ ഒരു 5 1 നമ്പർ ആണെങ്കിൽ 9 × 1 2 3. അടുത്ത ഒന്നും കൂടെ എഴുതാം, 1 2 3 4. പ്ലസ് എത്ര ആഡ് ചെയ്യണം? 5 ആഡ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് പാറ്റേൺ കൂട്ടാം. ഇനി 6 എന്നുള്ളതും കൂടെ എഴുതാം. 9 × 1 2 3 4 5 പ്ലസ് 6 എഴുതണം. കണ്ടോ? ആ പാറ്റേൺ എഴുതാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമുക്ക് പാറ്റേൺ എക്സ്റ്റെൻഡ് ചെയ്യാം. ഈസി അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ഈച്ച് ഓഫ് ദി നമ്പേഴ്സ് അസർട്ടൈൻ ടൈംസ്. 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതുന്നത്, റിമൈൻഡറും വേണം. അപ്പൊ 9നെ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? 9ൽ എത്ര 8 ഉണ്ട്? 1 8. സോ 9 × 1 8 × 1 പ്ലസ് റിമൈൻഡർ 1. ഓക്കെ. അപ്പൊ 9 8 ആണെങ്കിലോ 8 × എത്രയാ വരിക? സോ അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ. 8 10 എഴുതാം. 80 18 ബാലൻസ് 2 വരും. 2 വരുമ്പം 16 വരും, ബാലൻസ് 2. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എഴുതാം 1 2 പ്ലസ് 2. അപ്പൊ 2 ഡിജിറ്റ് ആയപ്പം എത്ര വന്നു? 2 വന്നു. അങ്ങനെയാണെങ്കിൽ 9 8 7 എങ്ങനെ വരും? ഓക്കെ. 1 വന്നു, 12 വന്നു, നേരത്തെ പോലെ തന്നെ. 8 × 123. കണ്ടോ? പ്ലസ് 3. 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3. ഓക്കെ. ദെൻ 9 8 7 6 വന്നാൽ എങ്ങനെ എഴുതും? 8 × 1 2 3 4 പ്ലസ് എത്ര വരും? 4 വരും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 × 8 ചെയ്ത് നോക്കാം. 8 വരെ എത്ര വരും? 32 3 balance 24 20 27 2 balance 18 1 balance 9 പ്ലസ് 4 ചെയ്തേ 9 8 7 6. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ 9 8 7 6 5 ചെയ്തു. എന്ത് വരും? 8 × 1 2 3 4 5 പ്ലസ് എത്ര വരും? 5 വരും. ക്ലിയർ? ഈ പാറ്റേൺ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഒരു നമ്പറിനെ ഏതെങ്കിലും നമ്പറിനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഡൗട്ട് വരികയാണെങ്കിൽ ആ നമ്പറിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പൊ 98നെ 9 വെച്ച് 9ന്റെ 8 മൾട്ടിപ്പിൾ ആണ് എഴുതേണ്ടത്. സോ 8 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 7 മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതേണ്ടതെങ്കിൽ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പൊ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ബാക്കി പോർഷൻസ് 4 ചാപ്റ്റേഴ്സ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. എക്സാം ആണ്. അപ്പം നന്നായിട്ട് പഠിക്കും. ഓക്കെ. ഓക്കെ, താങ്ക് യു.